നമസ്കാരം. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.69% വിജയം. SSLC റെഗുലർ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,153. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവരുടെ എണ്ണം 4,25,563. വിജയ ശതമാനം 99.69%. A+ നേടിയവരുടെ എണ്ണത്തിൽ വർധന. അടുത്ത വർഷം മുതൽ പരീക്ഷാ രീതി മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. അന്ത്യം മുംബൈയിൽ. വിടവാങ്ങിയത് യോദ്ധ അടക്കം മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ. കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ അസാന്നിധ്യത്തെ വിമർശിച്ച് കെ സുധാകരൻ. ഞാൻ എന്നും ആഗ്രഹിക്കുന്നു, അസം മാത്രമല്ല എല്ലാ നേതാക്കന്മാരും രണ്ടു കൂടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ കോൺഗ്രസിന്റെ സീനിയർ നേതാക്കന്മാർ എല്ലാവരും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ചുമതല തന്നാൽ ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ ന്യായീകരിച്ച് CPM. മുഖ്യമന്ത്രി പോയത് എല്ലാ അനുമതികളും വാങ്ങിയെന്ന് MV ഗോവിന്ദൻ. ഇതിനെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗം. മുഖ്യമന്ത്രി പോയത് സ്വന്തം പണം ഉപയോഗിച്ചെന്നും ഗോവിന്ദൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ വ്യക്തത വരുത്താൻ CBI. ഡൽഹി എയിംസിൽ നിന്നും വിദഗ്ധോപദേശം തേടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥ നേരിട്ടത് ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവുമെന്നും കുറ്റപത്രത്തിൽ. മാസപ്പടിയിലൂടെ മുഖ്യമന്ത്രിയെയും മകളെയും കരിവാരിത്തേക്കാൻ മാത്യു കുഴൽനാടൻ ശ്രമിച്ചെന്ന് MV ഗോവിന്ദൻ. വ്യാജ പ്രചാരണം കോടതി വിധിയോടെ പൊളിഞ്ഞു. തെറ്റുപറ്റിയിട്ടും കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ലെന്നും MV ഗോവിന്ദൻ. ചിന്നക്കനാൽ ഭൂമി ഇടപാട് കേസിൽ മാത്യു കുഴൽനാടനെതിരെ വിജിലൻസിന്റെ FIR. പാലക്കാട് മാധ്യമപ്രവർത്തകനെ കാട്ടാനാക്രമണത്തിൽ ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസിലെ ക്യാമറാമാൻ AV മുകേഷ്. ആക്രമണം കൊട്ടേക്കാട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ.